വയനാട് മൂടക്കൊല്ലിയിൽ പന്നി ഫാമിലെ കടുവ ആക്രമണത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന വനംവകുപ്പിന്റെ പരാതിയിലാണ് കേസ്. സംഭവ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ഫാം ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. മൂടക്കൊല്ലിയിൽ ശ്രീജിത്തിന്റെയും ശ്രീനേഷിന്റെയും ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിൽ കടുവയുടെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ 6-ന്. 21 പന്നിക്കുട്ടികൾ കടുവയുടെ ആക്രമണത്തിൽ ചത്തു. പ്രദേശത്ത് കൂടുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഈ സമയം സ്ഥലത്ത് ഇല്ലാതിരുന്ന ശ്രീജിത്തിന്റെ പേരിലടക്കം 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ശ്രീജിത്തിന്റെ തീരുമാനം. 6-ാം തീയതി രാത്രിയിൽ കൂട് സ്ഥാപിക്കുകയും 7-ാം തീയതി അത് കൂട് വന്ന് നോക്കാമെന്ന ഫോറസ്റ്റുകാരോട് ഞാൻ അപമര്യാദയായി പെരുമാറിയെന്നും ഉപദ്രവിക്കാൻ കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിലവിലന്ന് ഞാൻ രാത്രി ഇവിടുന്ന് ഈ കൂട് വെക്കുമ്പോൾ ഇവിടെയില്ല. ഞാൻ 7 മണിയാകുമ്പോൾ കോഴിക്കോട് പോയതായിരുന്നു. ഫാമിലേക്കുള്ള തീറ്റയെടുത്ത് ഞാൻ വരുന്നത് 11:45 ഇവിടെ. വനം വകുപ്പ് നഷ്ടപരിഹാരം തരാതിരിക്കാനോ നമ്മൾ അവരോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി എന്നും പറഞ്ഞ് കേസിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം തരാനിരിക്കുകയാണെന്ന് ഒരു സംശയമുണ്ട്. മൂടക്കൊല്ലിയിൽ ക്ഷീരകർഷകൻ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഉയർന്നെങ്കിലും നാട്ടുകാർ സംയമനം പാലിക്കുകയായിരുന്നു. ഇതിനിടയിൽ വീണ്ടും കടുവ ആക്രമണം ഉണ്ടായതോടെ വൈകാരികമായാണ് പ്രദേശവാസികൾ പ്രതികരിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതായാണ് ആരോപണം. പൊതുപ്രവർത്തകർ ജാഗ്രത പുലർത്തിയതാണ് വിഷയം സങ്കീർണമാകാതിരിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഉൾപ്പെടെ 4-5 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 5 പേർക്ക് നമ്മളിപ്പം ഇതിനകത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന കക്ഷി ഈ സംഭവ സ്ഥലത്ത് പോലും ഒന്നുമല്ല. അദ്ദേഹം ഈ ഫാമിൻ്റെ ഉടമസ്ഥൻ മാത്രമാണ്. നമ്മൾ മറ്റൊരു രൂപത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള യാതൊരു സംഭവം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവർ എന്തിനാണ് കേസെടുത്തത് നമുക്കറിയത്തില്ല. പിന്നെ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം ഈ പ്രജീഷിനെ കൊന്നത് മുതലുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തന എന്ന രൂപത്തിൽ ഞാൻ അതിനകത്ത് നിത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആസൂത്രിതമായിട്ട് എന്നെപ്പോലുള്ള ആളുകളെ കള്ളക്കേസിൽ കൊടുക്കണം എന്നൊരു ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ വനം വകുപ്പ് നടപടിയെടുത്തത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിരപരാധിയായ ഫാം ഉടമയ്ക്കെതിരെ കേസെടുത്തതിൽ പന്നി കർഷക അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും കടുവ കൊന്നൊടുക്കിയ പന്നികളുടെ നഷ്ടപരിഹാര കാര്യത്തിൽ ഇനിയും തീരുമാനം ഉണ്ടായിട്ടില്ല. 24 വയനാട്.